എന്ത് ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സന്തോഷത്തിലും റാഹത്തിലൊക്കെ തന്നെയല്ലേ? അപ്പോൾ അതാ നമ്മളെ ഹിസുട്ടി മദ്രസിട്ട് അങ്ങോട്ട് വന്നിട്ടോ. ഇന്നിപ്പോൾ ഹിസുട്ടിൻ്റെ നഴ്സറിയിൽ ഓണപ്പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഓരോ ടീച്ചേഴ്സും ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് ഏറ്റിക്കാൻ കേട്ടോ. അപ്പോൾ വായൻ്റെലൊക്കെ കുട്ടികൾ പെരേന്നൊക്കെ വെട്ടിക്കൊണ്ടുവരേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളോട് പറഞ്ഞിട്ട് ഇന്നലെ ഓള് വന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ രാവിലെ ഞാനിതാ വായൻ്റെല വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുറ്റത്തേക്കാണ്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഹിസുട്ടി അങ്ങോട്ട് മദർസിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഒക്കെ ചായ കൊടുത്താണ്. ഇനിയിപ്പോൾ ഇന്ന് യൂണിഫോം ഒന്നല്ല ഇട്ടിടുന്നത്, ഇന്ന് പട്ടുപാവാടൊക്കെയാണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ പട്ടുപാവാട പിന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം വാങ്ങി വെച്ച പട്ടുപാവാടാണ് ഉണ്ട്. അതൊന്നും എപ്പോഴും ഇടൂലല്ലോ. അപ്പോൾ ഇതേപോലെ ഓണപ്പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഇടുള്ളൂ. വായൻ്റെ ഇല വെട്ടാൻ വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഈ വായ കൊലിച്ചത് കണ്ടത്. വേറൊരു വായ നേരത്തെ കൊലിച്ചന് കേട്ടോ. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ നമ്മളെ പെര. അപ്പം മീൻവണ്ടി റോട്ടുമ്മ കൂടെ അങ്ങോട്ട് പോയപ്പോൾ ഓണടിച്ച സൗണ്ടാണ് കേട്ടോ അപ്പം നിങ്ങളാ കേട്ടത്. അപ്പോൾ ഇതാ 2 വായൻ്റെ ആയാലും നമ്മളത് വെട്ടീന്. അതന്നെ നമുക്ക് ഇതിൽ അങ്ങോട്ട് കിട്ടുള്ളൂ. അല്ലാത്തൊക്കെ കുറച്ച് നെറൂലാണ് കേട്ടോ. നമ്മളെ കൈയൊന്നും അതിമക്ക് എത്തൂല. അപ്പോൾ ഇതാ നമ്മളെ തൊടുവിൽ 2 വായ കൊലിച്ചിന് കേട്ടോ. അപ്പോൾ ഒരു വായ കൊലിച്ചത് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കായൊക്കെ അയക്കണം. മറ്റേത് ഇപ്പോഴാണ് നമ്മളിങ്ങോട്ട് കയറിയപ്പോഴാണ് കണ്ടത്. ഇന്നിപ്പോൾ രാവിലെയും വൈകുന്നേരം ഉണ്ട് കേട്ടോ റിഫൂന് എക്സാം. അപ്പോൾ അത് ഓള് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഓളെ ബസ് വന്നിട്ടുണ്ടെങ്കിൽ ഓളങ്ങോട്ട് പോവുകയും ചെയ്തോളും. അപ്പോൾ ഇതാക്കണം നമ്മളെ സപ്പോർട്ടന്മാരും ഒരുപാട് സപ്പോർട്ട് അതിമേലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ച് കൊണ്ടുപോയാണ്ട് ഒത്ത് കൊണ്ടുപോയിക്കണം. അല്ല ഞാൻ ഒരൊറ്റൊന്നും നമുക്ക് കിട്ടൂല. ഒക്കെ അവരാൾ കൊത്തി അങ്ങോട്ട് ഈമ്പിടെ കൊത്തിയിടുകയൊക്കെ ചെയ്താണ്ട് അങ്ങോട്ട് നാസാക്കി അങ്ങോട്ട് ഇടും. ഇപ്പം നമുക്ക് അതിന് നേരമില്ല. നമുക്ക് ഇതുപോലെ പറിച്ചാണ്ട് അങ്ങോട്ട് ഒത്തുക്കാണ്ട് കൊണ്ടുപോയേക്കാം. അപ്പോൾ ഇത് അവിടെ തയ്യുണ്ട് നിങ്ങൾ. ഇത് മക്കോട്ടൻ്റെ തയ്യാണ് കേട്ടോ. മക്കോട്ടൻ്റെ തൈ ചിലവർക്കൊക്കെ അറിയിക്കാറില്ലേ, ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ. ഇതിന്മേൽ ഒരുപാട് കായ് ഉണ്ടാവും. ആ കായ് വലിയതായിട്ട് പറിച്ചാണ്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് വെള്ളത്തിൽ കുടിച്ചാൽ അപ്പോൾ ഷുഗറിനൊക്കെ നല്ല ആക്കുണ്ടാവും എന്നൊക്കെ പറയണ കേൾക്കാം. അങ്ങനെ പിന്നെ കണ്ടപ്പം മുന്നേ പാവട്ടി കൊടുന്ന് കുഴിച്ചിട്ടതാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇതാ നാരങ്ങൻ്റെ മരം ഉണ്ട് കേട്ടോ. അത് ഓറഞ്ച് ഉണ്ടാവില്ലേ, നമ്മളെ വലിയ ഓറഞ്ച്. ഇത് ചെറിയൊരു ഓറഞ്ചിൻ്റെ മരമാണ്. പക്ഷെ ഇതിന്മേൽ ചെറിയ കായ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ തൊളിച്ച് നോക്കുമ്പോൾ ചെറിയ നമ്മളെ ഓറഞ്ചിൻ്റെ മരക്കത്തെ ഇതളായിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അത് പൊളിച്ച് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. തിന്നുമ്പോൾ നമ്മൾ ഓറഞ്ച് തിന്നണ എങ്ങനെ അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അത് കുട്ടികളതാവുമ്പോഴത്തേനും അത് ഉപ്പിട്ട് മുളക് ഇട്ടാണ് അങ്ങനെ എടുത്ത് തിന്നുമ്പോൾ അതിന് ഉണ്ടായിന് കേട്ടോ. കുറേ ഉണ്ടായിന് പോയി തിന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതാ ഞാൻ ഹിസുക്കുട്ടീനെ പട്ടുപാവാടൊക്കെ ഇട്ട് കൊടുത്ത് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഫോട്ടറും കൺമഷും മലിനീറൊക്കെ ഇട്ട് കൊടുത്തൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവയ്ക്കാൻ കേട്ടോ ഓളെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഓണപ്പരിപാടിയൊക്കെ അല്ലേ, ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓളെ നഴ്സറിയിൽ നിന്ന്. ഓണത്തിന് ഇതേപോലെ ചെറിയ മക്കൾക്ക് പട്ടുപാവാടൊക്കെ എടുത്ത് അണിയിച്ചവർക്ക് ഇങ്ങനെ പറഞ്ഞേക്കാനും വല്ലാത്ത രസമാണല്ലോ. ഇനിയിപ്പോൾ വലിയവരാണെങ്കിൽ പട്ടുസാരിയൊക്കെ കൊടുത്താണ്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോണത് അത് കാണാനും രസമാണല്ലോ. പിന്നെ അനിയത്തി ടീച്ചറാണ് കേട്ടോ. ഓളിപ്പോൾ ഇന്നിപ്പോൾ ഓളെ സ്കൂളിൽ നിന്ന് പരിപാടിയാണ്. അപ്പോൾ അവിടെ പട്ടുസാരിയൊക്കെ എടുത്താണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഓളെ ഫോട്ടോ ഒക്കെ നമുക്ക് ഇങ്ങനെ വിട്ടുന്നപ്പം അത് കാണുമ്പോൾ നമുക്കും തന്നെ വല്ലാത്തൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടാണ് നമ്മളങ്ങനെ സന്തോഷിക്കുക. അല്ലാതെ അപ്പം നമുക്ക് ജോലിയും കൂലിയൊന്നും നമുക്കില്ലല്ലോ. നമുക്കിത് നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ ഓരോ പണിയും തരും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളെ പറഞ്ഞേക്കലും തിരുമ്പലും തുടക്കലും അടിച്ചേരലും എന്ന് പറഞ്ഞ മാതിരി ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ പണിയും ജോലിയും. പിന്നെ നമ്മളെ ഹിസുട്ടിയും കൂടി സ്കൂൾക്കാണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആരും ഇല്ല കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ കുത്തിർക്കട്ട പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 11-12 മണിയാകുമ്പോഴത്തേനും നമ്മളെ പണികളൊക്കെ കഴിയും. അപ്പോഴത്തേനും പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ കുത്തിർക്കട്ടെ. അപ്പോൾ പിന്നെ അങ്ങനെ ബോറടിച്ചു പോകും. അപ്പോൾ ഞാനിങ്ങനെ മൊബൈലൊക്കെ നമ്മൾ എടുത്ത് നോക്കല്ലേ. എപ്പോഴും ഇപ്പം നമ്മൾ നിസ്കാരപ്പായാലും ഖുറാനിലും ഇങ്ങനെ കുത്തിർക്കൊന്നുമില്ലല്ലോ. അപ്പോൾ മൊബൈലെടുത്ത് നോക്കുമ്പോൾ ഓരോരുത്തർ വീഡിയോസ് ഇങ്ങനെ കാണും. ഓരോരുത്തരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു ബോറടി മാറുമല്ലോ. അപ്പോൾ ഞാനും വിചാരിച്ചു ഞാനിപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്താണെങ്കിൽ എത്തട്ടെ, ഇല്ലെങ്കിൽ എത്തും വേണ്ട. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്താണ് ഇങ്ങനെ ഡെയിലി ലൈഫും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഇൻഷാ അല്ലാ ഞാനൊന്നിങ്ങനെ വിടാൻ നോക്കട്ടെ. അങ്ങനെ ഹിസുട്ടിയൊക്കെ നഴ്സറിക്ക് പോയി. എൻ്റെ തിരുമ്പലും കുളിയും അടിച്ചേരലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാനിതാ കുളിച്ചാണ്ട് ഒത്തുക്കാട് കയറിയപ്പോൾ പിന്നെ ബോട്ടി പറഞ്ഞിരുന്നു ചോറ് ഉണ്ടാക്കണ്ട. ചോറ് ഉണ്ടാക്കിയില്ലല്ലോ രാവിലെ. ഹിസുട്ടിക്ക് നഴ്സറിക്ക് കൊണ്ടാ ചോറ് വേണ്ട. റിഫും പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓൾക്ക് എക്സാമാണ്. അപ്പോൾ ഓൾക്ക് സ്കൂളിൽ നിന്ന് ചോറുണ്ടാകും. അപ്പോൾ ചോറ് രാവിലെ ഉണ്ടാക്കിയില്ല, ഉച്ചയാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കേനി. അതിൻ്റെ ഇടയിൽ കൊണ്ട് തന്നെ ബാവട്ടി മത്തിമീൻ കൊടുന്നത് കേട്ടോ. മത്തിമീൻ കൊടുത്തപ്പോൾ ബാവട്ടി പറഞ്ഞു എന്നാൽ പൂളിയും മത്തിക്കറി ആക്കാൻ മക്കളെന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ബാവട്ടി പൂളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തിരുന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഞാൻ പൂളി മത്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് പൂളിയും മത്തിക്കറിയൊക്കെ ഉണ്ടാക്കി പൂളി കഴിഞ്ഞിട്ടാണ് കൊത്തിക്കറിഞ്ഞാണ് ഞാനിത് നല്ലോണം കേക്ക് ഉണ്ടാക്കിയാണ് കുക്കർക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കിടന്നാണ്ട് 2 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ബന്ധം ചെയ്തോളും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മീനൊക്കെ മുറിച്ച് കൊടുന്നാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അത് മുളകിട്ടും വെച്ചിന് കേട്ടോ.
പിന്നെ ഞാൻ ളുഹർ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ടാണ് കേട്ടോ പിന്നെ അടുക്കളയ്ക്ക് വരുന്നത്. ഇനിയിപ്പോൾ ബോട്ടിനെ കാത്തിക്കാനൊന്നും നേരമില്ല. ബോട്ട് ഇനിയിപ്പോൾ എയിലെങ്കിലൊക്കെ പോയി കേൾക്കാനും ഓട്ടോറിക്ഷം കൊണ്ട് പോയതല്ലേ, ട്രിപ്പും കാര്യങ്ങളൊക്കെ എയിലെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി സമയത്തൊന്നുമില്ല കേട്ടോ, പല സമയത്തേ വരില്ല. ഇനിയിപ്പോൾ എങ്ങനെയായാലും ഒരു 3:15 മുന്നേ ഏതായാലും പെരയിലെത്തും. 3:15 ഇവിടുന്ന് സ്കൂട്ടർ എടുക്കാൻ വേണ്ടി പോകും വേണം. അപ്പോൾ അതിന് മുന്നേക്കെ വരുള്ളൂ. സമയം ഇപ്പോൾ ഒരു 1 മണിയൊക്കെ ആവുന്നുണ്ടാവുള്ളൂ കേട്ടോ. അതിരെ ഇപ്പം ഇനി ബോട്ടിന് ഞാൻ കാത്തിക്കാനൊന്നും നിൽക്കില്ല. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് വരും ചെയ്യും. അപ്പോൾ അത് ഏതായാലും വരുമ്പോൾ വരട്ടെ, ബോട്ട് വരുമ്പം ബോട്ടിക്കും കൊടുക്കാം. അപ്പോൾ ഞാനിതാ പൂളിയും മത്തിക്കറിയും തിന്നാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാണ് കേട്ടോ. പൂളിയും മത്തിക്കറി എന്ന് പറഞ്ഞത് അത് വേറൊരു രസം തന്നെയാണ്. ഇറച്ചിയും പൂളിയും പറഞ്ഞാൽ അത് വേറെ രസം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പൂളി മത്തിക്കറിയൊന്നും പറ്റലുണ്ടാവില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മന്തി, അൽഫാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ പറ്റുള്ളൂ. ഏതായാലും നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ എന്നും ഈ പൂളി മത്തിക്കറിയും എന്നും രസം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും പൂളി മത്തിക്കറി ഞാനൊക്കെ എടുത്ത് വെച്ചിട്ടോ. ഇനിയിപ്പോൾ ഞാൻ പോയാണ് അങ്ങോട്ട് തിന്നട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങളെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.